ഹായ് ഫ്രണ്ട്സ്, ലാൽസീസ് വേൾഡ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സിംഗപ്പൂരിൽ പോയ വിശേഷങ്ങളാണ് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. യൂണിവേഴ്സൽ സ്റ്റുഡിയോ സിംഗപ്പൂരിലെ സാൻറ്റോസയിലുള്ള റിസോർട്ട് വേൾഡ് സാൻറ്റോസ ഇൻ്റഗ്രേറ്റഡ് റിസോർട്ടിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന ഒരു തീം പാർക്കാണ് യൂണിവേഴ്സൽ സ്റ്റുഡിയോസ്. ലോകമെമ്പാടുമുള്ള 5 യൂണിവേഴ്സൽ സ്റ്റുഡിയോസ് തീം പാർക്കുകളിൽ ഒന്നാണിത്. 2010 മാർച്ച് 18 ഓപ്പണിംഗ് നടത്തിയത്. എന്നാൽ 2011 മെയ് 28 പ്രവർത്തനം പൂർണ്ണമായ ശേഷം ഓപ്പണിംഗ് നടത്തിയത്. 25 ഹെക്ടർ അല്ലെങ്കിൽ 62 ഏക്കറാണ് ഇത് പരന്നു കിടക്കുന്നത്. ഈ യൂണിവേഴ്സൽ സ്റ്റുഡിയോസിലെ ഒരു വർഷം 40 ലക്ഷത്തിലധികം ആൾക്കാർ സന്ദർശിക്കുന്നതായിട്ടാണ് കണക്ക്. യൂണിവേഴ്സൽ സ്റ്റുഡിയോസ് സിംഗപ്പൂർ ലോകമെമ്പാടുമുള്ള ഏറ്റവും കൂടുതൽ സന്ദർശകർ സന്ദർശിക്കുന്ന അമ്യൂസ്മെൻറ്റ് അല്ലെങ്കിൽ തീം പാർക്കിൽ ഒന്നാണ്. ഇതിൽ 24 റൈഡുകൾ, മറ്റ് ഷോകൾ, പ്രധാനപ്പെട്ട ആകർഷണങ്ങളും എല്ലാമുണ്ട്. രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 7 മണി വരെ പ്രവേശനം അനുവദിക്കുന്നുണ്ട്. എല്ലാ റൈഡുകളിലും ഒന്നും കയറാൻ നമ്മൾക്ക് പറ്റുകയില്ല. ഞങ്ങൾ ചെന്ന ദിവസം നല്ല മഴയായിരുന്നു. സിംഗപ്പൂരിൽ പോകുന്നവർ എല്ലാവരും തന്നെ സന്ദർശിക്കുന്ന ഒരു സ്ഥലം തന്നെയാണ് യൂണിവേഴ്സൽ സ്റ്റുഡിയോ. 7 തീം: ഹോളിവുഡ്, ന്യൂയോർക്ക്, സ്കൈഫൈ സിറ്റി, ഏൻഷ്യൻ്റ് ഈജിപ്റ്റ്, ദ ലോസ്റ്റ് വേൾഡ്, ഫാർ ഫാർ അവേ, മിനിയോൺ ലാൻഡ് എന്നിവയാണ്. ഞങ്ങൾ ആദ്യം പിള്ളേർക്കുള്ള റൈഡിൽ തന്നെ കയറി. കാർട്ടൂൺ കഥാപാത്രങ്ങൾ അതിനകത്ത് മെയിനായിട്ടുള്ളത്. എങ്കിലും അത് കണ്ടുകൊണ്ടിരിക്കാൻ നല്ല രസമാണ്. ഒരു ട്രെയിനിൽ കയറി പോവുകയാണ്. എല്ലാ സ്ഥലങ്ങളിലും മൊബൈൽ ഉപയോഗിക്കാൻ അനുവാദമില്ല. ഉപയോഗിക്കാനുള്ള സാഹചര്യവുമല്ല. സ്പീഡിൽ പോകുന്ന റൈഡിലൊക്കെ കയറുമ്പോൾ തെറിച്ചു പോകും. അപ്പോൾ എല്ലാ സാധനവും തന്നെ ലോക്കൽ ചെയ്തിട്ട് അവർ നമ്മളെ അതിനകത്ത് കയറ്റി പോകും. ഇവിടെ ഹോളിവുഡിൻ്റെ കീഴിൽ
മ്യൂസിക്കൽ ഷോ ഉണ്ട്. അതിനൊരു കൃത്യസമയമുണ്ട്. ആ സമയങ്ങളിൽ മാത്രമേ ഉള്ളൂ. 15 മിനിറ്റ് നീണ്ടു നിൽക്കുന്നതാണ്. പിന്നെ ന്യൂയോർക്ക് തീമിനകത്ത് വരുന്ന ലൈറ്റ് ആക്ഷൻ ക്യാമറയാണ്. പഴയകാലത്ത് എങ്ങനെയൊക്കെയായിരുന്നു ഷൂട്ടിംഗ് നടത്തിയിരുന്നത്, എങ്ങനെയൊക്കെയാണ് ലൈറ്റിൻ്റെയൊക്കെ അറേഞ്ച്മെൻറ്റ്സ് നടത്തിയിരുന്നത് എന്നുള്ളത് കാണാൻ, ഓരോ കാലത്തെ ഡെവലപ്മെൻറ്റ്സ് എല്ലാം കാണാൻ ഞങ്ങൾക്ക് സാധിച്ചു. ട്രാൻസ്ഫോമർ എന്ന് പറഞ്ഞൊരു 4D ഫിലിം കാണാൻ നിൽക്കുകയാണ്. എല്ലാ റൈഡുകളും ഒന്നിനൊന്നും മെച്ചമാണ്. നമ്മളവിടെ ബുക്ക് ചെയ്യുമ്പോൾ ഓരോ റൈഡിലും നമുക്ക് എത്ര പ്രാവശ്യം വേണമെങ്കിലും കയറാം. പക്ഷെങ്കിൽ അവിടെയെല്ലാം നീണ്ട ക്യൂ കാണും. അവിടെ ക്യൂവിൽ ചെല്ലുമ്പോഴേ അവർ പറയാറുണ്ട് 40 മിനിറ്റ് വേണം, 30 മിനിറ്റ് വേണം എന്നുള്ള കാര്യങ്ങളൊക്കെ വെയിറ്റ് ചെയ്യേണ്ട സമയം പറയും. ഇത് ദ ലോസ്റ്റ് വേൾഡിനകത്ത് ബോട്ടിൽ പോകുന്നതാണ്. നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയാണ് എല്ലാം. പക്ഷേങ്കിൽ ഇതിനകത്ത് പോയാൽ ജുറാസിക് പാർക്കിനകത്തോടാണ് നമ്മൾ പോകുന്നത്. വലിയ മൃഗങ്ങളെയൊക്കെ കാണാം. പക്ഷെ അവിടെ ക്യാമറ ഉപയോഗിക്കാൻ പറ്റുകയില്ല. ബോട്ട് ഉലഞ്ഞ് ആടിയാണ് പോകുന്നത്. അവിടെ ഇവിടെയൊക്കെ മുട്ടുന്നൊക്കെ ഉണ്ട്. വെള്ളം തെറിക്കുന്നുണ്ട്. പിടിച്ചിരുന്നില്ലെങ്കിൽ നമ്മൾ താഴെ പോകാൻ ചാൻസ് വരെയുണ്ട്. നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയാണ്. ഫോട്ടോ എടുക്കാനൊന്നും നമുക്ക് സാധിക്കില്ല, അല്ലെങ്കിൽ പുറത്തു നിന്ന് ഫോട്ടോ എടുക്കാനേ പറ്റുള്ളൂ. ചെറിയ ചാറ്റമഴ ഉണ്ടായിരുന്നു. അതിൻ്റെ കൂടെ ഇവിടുന്ന് വെള്ളം കൂടെ തെറിച്ചപ്പോൾ ദേഹമാസകലം വെള്ളത്തിൽ മുങ്ങിപ്പോയി. ഇത് കുട്ടികളുടെ റൈഡാണ്. പക്ഷെ നമുക്കൊന്നും ഇതിൽ കയറാൻ അനുവാദമുണ്ട്. LKG UKG പഠിച്ച ഒരു കാലത്ത് ഓർമ്മ വരികയാണ്. പല റൈഡുകളിലും ഞങ്ങൾ കയറി പലതും കാണുകയും ചെയ്തു. ഇത് ഡൈനോസോറിനെയാണ്. ഉയർന്ന സോപ്പ് വെള്ളം പൊങ്ങിയും താഴുകയും ചെയ്യുന്നുണ്ട്. നല്ല രസമാണ്. അതുപോലെ തന്നെ 2 പേര് മാത്രം ഇരുന്ന് പോകുന്ന കനോപ്പി ഫെയർ, അത് നല്ലൊരു എക്സ്പീരിയൻസാണ്. മുകളിൽ കൂടെ പറന്നു പോകുമ്പോൾ താഴെയുള്ള എല്ലാ ഭാഗങ്ങളും വളരെ ഭംഗിയായിട്ട് കാണാവുന്നതാണ്. അത് കഴിഞ്ഞ് കയറിയത് പുസിൻ ബോട്ട്സിലാണ്. 6 പേര് കയറി യാത്ര ചെയ്യുന്നതാണ്. മുകളിലൂടെ പോകുമ്പോൾ താഴെയുള്ളതെല്ലാം നല്ല മനോഹരമായിട്ട് കാണാവുന്നതാണ്. ഗൂസിനെയും ഗൂസിൻ്റെ ഗോൾഡൻ മുട്ടയും കാണാം. അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റുകയില്ല. കാരണം നമ്മുടെ സാധനങ്ങളെല്ലാം നമ്മളോട് ലോക്കറിൽ വെച്ചിട്ടാണ് പോകുന്നത്, മൊബൈൽ ഉൾപ്പെടെ. അതുമാത്രമല്ല നല്ല സ്പീഡിലാണ് ഈ റൈഡുകളൊക്കെ പോകുന്നത്. മറക്കാനാവാത്ത അനുഭവങ്ങളാണ് ഈ ഓരോ റൈഡുകളും നമുക്ക് ദാനം ചെയ്യുന്നത്. മുകളിലേക്ക് കറങ്ങി കറങ്ങി കയറിപ്പോം. അപ്പോൾ ഓരോന്നും കറങ്ങുന്ന സ്ഥലങ്ങളിലെല്ലാം നല്ല നല്ല കാഴ്ചകൾ, പക്ഷികളെയും എല്ലാം നമുക്ക് കാണാം. അതുപോലെ തന്നെ തിരിച്ചും വരും. ഇതൊന്നും വലിയ പ്രശ്നമുള്ള റൈഡുകളല്ല. പക്ഷെങ്കിൽ ഫാസ്റ്റിൽ പോകുന്ന, വളരെ സ്പീഡിൽ പോകുന്ന റൈഡുകൾ, ശരിക്കും തലകുത്തുന്ന റൈഡുകളിലുണ്ട്. അതിൽ കയറിയാൽ വയറിൽ കിടക്കുന്ന കുടൽ ഉൾപ്പെടെയുള്ള സാധനങ്ങൾ വായിൽ വരുമോ എന്ന് പേടിച്ചു പോകുന്നുണ്ട്.
നല്ല ആരോഗ്യമുള്ള സമയത്തൊക്കെ ഇവിടെയൊക്കെ പോകണം, അല്ലെങ്കിൽ ഇത്രയും ഏറിയ നടന്നു പോകേണ്ടതാണ്. അതുപോലെ തന്നെ ഓരോ റൈഡിലും ക്യൂ നിൽക്കേണ്ട സമയമുണ്ട്. ആദ്യം കയറുകയാണെങ്കിൽ സിംഗിളായിട്ട് പോയി കയറുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് കയറാവുന്നതാണ്. ഗ്രൂപ്പായിട്ട് പോകാൻ നിന്നാൽ നമ്മൾക്ക് സമയം ഒത്തിരി നഷ്ടമാകും. മഴ പെയ്യുന്നതുകൊണ്ടും ഞങ്ങളുടെ കൂടെയുള്ളവരെല്ലാവരും ഒന്നിച്ച് വരാൻ കാത്തു നിൽക്കുകയൊക്കെ ചെയ്തുകൊണ്ട് പല റൈഡുകളും പ്രായമുള്ളവർക്ക് പറ്റുകയില്ലാത്തതിനാൽ ഒഴിവാക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. എങ്കിലും ജീവിതത്തിലെ നല്ലൊരു അനുഭവമാണ് ഇവിടെ പ്രദാനം ചെയ്യുന്നത്. കാണുന്നതെല്ലാം കണ്ണിന് കൗതുകം തന്നെയായിരുന്നു. ഇവിടെ 2 റൈഡുകളുണ്ട്, ഒന്ന് ബ്ലാക്കും ഒന്ന് റെഡുമാണ്. റെഡിന് ഇച്ചിരിയുടെ കൂടുതൽ സമയം കറങ്ങാനുണ്ട്. ഭയങ്കര സ്പീഡിലാണ്. ഞങ്ങളുടെ കൂട്ടത്തിലുള്ള പലരും ഇതിൽ കയറാൻ മടിച്ചു. BP ഉള്ളവരും ഹാർട്ടിന് അസുഖമുള്ളവരും ഒന്നും ഇതിൽ കയറരുതെന്ന് പ്രത്യേക ഇൻസ്ട്രക്ഷൻ ഉണ്ട്. അതുപോലെ നമ്മുടെ സാധനങ്ങളൊക്കെ ലോക്കറിൽ കൊണ്ട് വെക്കുകയും വേണം. ഇത് ജുറാസിക് പാർക്കിൻ്റെ മറ്റൊരു സൈഡാണ്. മിനിയൻ കാണാൻ നിന്നപ്പോൾ വന്ന ജനക്കൂട്ടമാണ് ഇത്. ആദ്യം നമ്മൾ പുറത്ത് നിൽക്കുമ്പോൾ ഇങ്ങനെ ടി-വിയിൽ ചിത്രങ്ങൾ ഇങ്ങനെ വരും. അത് കഴിഞ്ഞ് അകത്തോട്ട് കയറുമ്പോൾ അതിൻ്റെ ബാക്കി ഭാഗങ്ങൾ നമുക്ക് കാണാവുന്നതാണ്. ഇതകത്തെ മുറിക്കകത്താണ്. ഇതിന് ശേഷം ഒരു മുറി കയറുന്നുണ്ട്. ആ മുറിയിൽ കയറുമ്പോഴാണ് ശരിക്കും ഷോ കാണുന്നത്. നമ്മൾ നമ്മുടെ കസേരയിൽ മുറുക്കെ പിടിച്ചിരിക്കുകയാണെങ്കിലും നമ്മളേതോ മായാലോകത്ത് പെട്ട പോലെ വളരെ ഒരിക്കലും മറക്കാത്ത ഒരു ഷോയായിരുന്നു അത്. അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ ഞങ്ങളുടെ ഫോട്ടോ തന്നെ അവിടെ സ്ക്രീനിൽ തെളിഞ്ഞു വരുന്ന കണ്ടു. ഓരോന്ന് കണ്ട് ഇറങ്ങുമ്പോഴും അതിനോട് ചേർന്നുള്ള കടകളിൽ അതുമായി ബന്ധപ്പെട്ട ടോയ്സും കീ ചെയിൻ ഉൾപ്പെടെയുള്ള സാധനങ്ങളെല്ലാം ഉണ്ട്. ഗ്ലാസ്, തുണികൾ എല്ലാം കാണാൻ നല്ല ഭംഗിയാണ്. ദി ഏൻഷ്യൻ്റ് ഈജിപ്റ്റ് ദ റിവഞ്ച് ഓഫ് മമ്മി എന്നുള്ള റൈഡ് കാണാൻ നല്ലതാണ്. പക്ഷെങ്കിൽ നമ്മുടെ സാധനങ്ങളെല്ലാം ലോക്കറി വെച്ചിട്ട് റൈഡിൽ കയറിയാൽ ശരിക്കും എടുത്തിട്ട് തട്ടി ഇരുട്ടിലൂടെ കൊണ്ടുപോവുകയാണ്. നമ്മൾ ഓൺലൈൻ ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ കൂടെ ഒരു $20 ഫുഡ് കൂപ്പൺ കിട്ടുന്നുണ്ട്. $20 ഞങ്ങൾ ഉച്ചയ്ക്ക് ലഞ്ച് എടുത്തു. അതിനുശേഷം $20 4 മണിക്ക് കാപ്പിയും കൂടെ കഴിക്കുകയുണ്ടായി. എല്ലാ റൈഡിലും കയറണമെങ്കിലും എല്ലാ സ്ഥലങ്ങളും കാണണമെങ്കിൽ നമ്മൾ വെയിറ്റ് ചെയ്യാത്ത പോലെ എല്ലായിടത്തും പോയി കണ്ടിട്ട് വേഗം പോവുകയാണ് ചെയ്യേണ്ടത്. ഗ്രൂപ്പായിട്ട് പോകാൻ നിന്നാൽ നമുക്കൊത്തിരി സമയം നഷ്ടം വരും. നല്ല മഴയുണ്ടായിരുന്നു. അതുകൊണ്ട് എല്ലാവർക്കും എല്ലാ റൈഡിൽ പോകാൻ സാധിച്ചില്ല. എങ്കിലും
നന്നായി തന്നെ ഇത് എൻജോയ് ചെയ്യാൻ സാധിച്ചു. അതിൻ്റെ മേളിൽ കുറേ സ്ഥലങ്ങളിലൊക്കെ കവറിങ് ഉണ്ട്. ഞങ്ങളെല്ലാവരും കൂടെ നിന്നൊരു ഗ്രൂപ്പ് ഫോട്ടോയൊക്കെ എടുത്തു. അനീഷ് നേതൃത്വം നൽകുന്ന യാത്രാവൽ ഗ്രൂപ്പിൻ്റെ കൂടെയാണ് ഞങ്ങൾ പോയത്. യൂണിവേഴ്സൽ സ്റ്റുഡിയോസിലെ ഓരോ റൈഡുകളും ഓരോരുത്തർക്കും ഓരോ അനുഭവങ്ങളായിരുന്നു. ഞങ്ങൾ കയറിയ പല നല്ല റൈഡുകളുടെയും ക്യാമറ ഉപയോഗിക്കാൻ സാധിക്കാത്തതിനാൽ വീഡിയോ ഇടാൻ സാധിക്കുന്നില്ല. നിങ്ങൾക്കെൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും ഒരു വീഡിയോയുമായി വരാമെന്ന പ്രതീക്ഷയോടെ നിർത്തട്ടെ. താങ്ക് യു.